ടോം ഭയങ്കര ഹാപ്പിയാണ്. കാരണം ആ പ്രോജക്റ്റ് സക്സസ് ആയത് തൻ്റെ ക്രെഡിറ്റ് കൊണ്ടാണ്. എനിവേ കൺഗ്രാറ്റ്സ്. താങ്ക് യു. അപ്പം ഞാൻ ആലോചിക്കായിരുന്നേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പ്രോജക്റ്റിൽ ജോയിൻ ചെയ്താലോ? തീർച്ചയായിട്ടും വർക്ക് ചെയ്യാമല്ലോ. അപ്പോൾ എനിക്കൊരു സംശയം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഒരു പ്രോജക്റ്റിൽ 2 പേര് പോരെ? നമ്മൾ 2 പേരും 3 പേര് വേണോ? ഞാനും അത് തന്നെ ടോമി പറയുന്നത്. ഒരു പ്രൊജക്റ്റ് അവതരിപ്പിക്കുക, ഇനി എന്തിനും 3 പേര്? 2 പേര് പോരെ? ഒരാൾ ഒഴിഞ്ഞു തരുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമ്മൾ 2 പേരും വളരെ എഫിഷ്യൻ്റായ സ്റ്റാഫാണ്. അപ്പം നമ്മൾ ജോയിൻ ചെയ്താലുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാം പ്രോജക്റ്റ്. ഞാൻ ഉദ്ദേശിച്ചു നീ ഒഴിഞ്ഞു പോകണമെന്നാ. ഹലോ, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഞാനിവിടെ വന്നത് ശ്രീനിധി സാറിൻ്റെ സ്പെഷ്യൽ റിക്വസ്റ്റിലാണ്. അത്രയും ഡെഡിക്കേഷനായിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. എനിക്ക് അറിയേണ്ടത് ടോമിൻ്റെ സജഷനാണ്. എന്താ പറയുന്നത്? അതല്ല അമ്മ, അത് ജെസ്സി ഇവിടെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്റ്റാഫാണ്. പിന്നെ ഈ ഇതൊന്നും തീരുമാനിക്കുന്നത് നമ്മളല്ലല്ലോ, ശ്രീനിധി സാറൊക്കെ ഇതൊക്കെ തീരുമാനിക്കുന്നത്. അപ്പം എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ഇറ്റ്സ് ഓക്കെ. എന്തായാലും നമുക്ക് കാണാം. താങ്ക് യു. ഓക്കെ. ഇതൊക്കെ എന്തോന്നാണ്? വന്നതും നിന്നതും പോയതും എല്ലാം പാരകളാ.